ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെറ്റിന് അല്ലെങ്കിൽ നെറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 2025 തൊട്ടിട്ടുള്ളതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിരഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ സമയം കളയേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആക്രമണം അക്രമം വർദ്ധിച്ചതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കരീബിയൻ രാജ്യം ഏതാണ്? ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും വരിക. പെട്ടെന്ന് ഒരു എന്താ പറയാ, കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മലയാളത്തിലും കൂടെ ചെയ്യുന്നത്. എന്തായാലും മിക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ കരീബിയൻ രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജമൈക്കയാണോ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ആണോ, ബാർബഡോസ് ആണോ, ഗയാനയാണോ? ഓക്കെ, ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. കാരണം അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരാവസ്ഥ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡ് സർക്കാർ മഹാഭാരത വാടിക എവിടെയാണ് വികസിപ്പിച്ചെടുത്തത്? അപ്പൊ മഹാഭാരത വാടിക എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി കാണുന്ന പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനാണ് വാടിക, നമ്മളുടെ ഗാർഡൻ പോലത്തെ ഏറ്റവും വലിയത് ഒന്നുണ്ടാക്കിയതാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. അത് ഏത് സ്ഥലത്താണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. റൂർക്കിയാണോ, പിത്തോരാഗഡാണോ, ഹൽദ്വാനിയാണോ, കാശിയാണോ? ഒരു ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെട്ടാൻ പറ്റും. എന്തായാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉത്തരാഖണ്ഡ് സർക്കാർ മഹാഭാരത വാടിക എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 37 സസ്യ ഇനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി 2025 ജനുവരിയിൽ ഏത് രാജ്യമാണ് പുതിയ ടൂറിസം നികുതി ഏർപ്പെടുത്തിയത്? ടൂറിസത്തിന് ഒരു നികുതി എക്സ്ട്രാ, നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസക്ക് നികുതി കൊടുക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ലോകമാണിത്. ഇപ്പോൾ ടൂറിസം നികുതി ഏർപ്പെടുത്തിയത് എവിടെയാണ്? ഭൂട്ടാൻ, ചൈന, റഷ്യ, നേപ്പാൾ. ഇതിലേതിലാണ്? റഷ്യയിലാണ് ടൂറിസം നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, കുറച്ചൊരു ഇന്റർനാഷണൽ ലെവലും കൂടി എടുത്തിട്ടാണ് നമ്മൾ കൂടുതലും ഇത് ഫോക്കസ് ചെയ്യുന്നത്. എവിടുന്ന് വരുന്ന സത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഒരു മൂഡ് പോലെ ഇരിക്കും, LBSന്റെ മൂഡ് പോലെ ഇരിക്കും. പോഷക അധിഷ്ഠിത സബ്സിഡി NBS പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, രാസവസ്തുക്കളുടെയും വളങ്ങളുടെയും മന്ത്രാലയം, കൃഷി മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം. ഇതിപ്പോ ഇംഗ്ലീഷിലാക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ബി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിട്ട് വരുന്നത്. റൈറ്റ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ലൈൻ വാഡേഴ്സ് പക്ഷി സെൻസസ് എവിടെയാണ് നടന്നത്? അപ്പൊ കോസ്റ്റ് ലൈനുകൾക്ക് നമുക്ക് ആലോചിച്ച് നോക്കാം, ഏത് കോസ്റ്റ് ലൈൻ ഏരിയാസ് എവിടെയാണെന്നുള്ളത് നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, പുലിക്കാട് തടാക പക്ഷി സങ്കേതം ആന്ധ്രാപ്രദേശ്, മറൈൻ നാഷണൽ പാർക്ക് ജാംനഗർ, സത്പുര നാഷണൽ പാർക്ക് മധ്യപ്രദേശ്, നവാബ്ജൻ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. ഇതിൽ എവിടെയാണ് കോസ്റ്റ് ലൈൻ ഉള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഉത്തരമായിട്ട് വരുന്നത് മറൈൻ നാഷണൽ പാർക്ക് ജാംനഗർ ആണ്. റൈറ്റ്. അടുത്തത്, ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? അപ്പൊ എന്തിനായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലായല്ലോ. ഉപഭോക്തൃകാര്യ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, വിനിമയ മന്ത്രാലയം. അതായത് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എന്നാണൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ബി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അടിയിലാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് വരുന്നത്. കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വാണിജ്യ വ്യവസായമാണ് അതിൽ വരിക. വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ മീര ഭയാന്തർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉദ്യോഗ് സഖി, ഫറൽ സഖി, മഹിളാ ഉദ്യം, ആശാ സഖി. ഓക്കെ, ഇതിലേതാണ്? ഫറൽ സഖിയാണ് അതിലെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്തുന്നതിന് CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഓക്കെ, ഡിജിറ്റൽ ട്രാൻസ്പെറൻസി ടൂൾ കിറ്റ്, പബ്ലിക് സ്പെൻഡിംഗ് അനലൈസർ, ഓപ്പൺ ഡാറ്റ കിറ്റ്. ഇതൊന്നുമല്ല. അപ്പൊ ഏതാണ് വരാൻ സാധ്യതയുള്ളത്? സി ആയിട്ടുള്ള ഓപ്പൺ ഡാറ്റ കിറ്റ്, ODK ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും. ഓക്കെ, അതായത് ടാക്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതിനൊരു ചോദ്യമാണ് നമുക്ക് അതിനുവേണ്ടി. അപ്പോൾ
ലോക ബ്രെയിലി ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ബേസിക്കലി കണ്ടറിയാം, സെറ്റിനൊക്കെ ഒരു ഡേ ഒക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. ഏത് ഡേ ആണെന്നൊക്കെ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു പരീക്ഷയാണ്. അത് ഏതിനും വരാറുണ്ട്. SSCക്കും PSCക്കും ഒക്കെ വരുന്നതാണ് ദിനങ്ങൾ. ഓക്കെ, ഇപ്പൊ ലോക ബ്രെയിലി ദിനം ജനുവരി 3, ജനുവരി 4, ജനുവരി 5, ജനുവരി 6. കൺഫ്യൂസിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജനുവരി 4 ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കേരള സർക്കാർ ഡിസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരെന്ത്? അത് കേരള സർക്കാരുമായിട്ടും കൂടെ കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ട്, നമ്മളുടെ ഒരു സിലബസുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, +1, +2 കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ട്. ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഈ ബേസിക്കലി സയൻസ് അതുപോലെ മാത്സ് ഒക്കെ വരുമ്പോൾ ഇത് എന്തിനു പഠിക്കുന്നു എന്ന് അറിയാതെയാണ് കുട്ടികൾ ഇത് പഠിച്ചു പോകുന്നത്. അതിന് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാഠ്യപദ്ധതി അതിന്റെ കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പൊ അവര് സോഫ്റ്റ്വെയർ വെച്ച് ഇത് പഠിക്കുകയാണ് ചെയ്യാം. ഓക്കെ, മഞ്ചാടി എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഓക്കെ, 2025 ഗോൾഡൻ ഗ്ലോബ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏത്? ഓക്കെ, ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവും 2025 ആചരിക്കുന്ന മഹാവ്യക്തിത്വമാര്? അതായത് കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളത്. ചില സമരങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓക്കെ, കേരള നിയമസഭയുടെ 2025 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ പുരസ്കാരമാണ് കേരള നിയമസഭയുടെയാണ്, 2025 M. മുകുന്ദനാണ്. നമ്മുടെ മയ്യഴിപ്പുഴ പോലെയുള്ള, അല്ലെങ്കിൽ കുട നന്നാക്കുന്ന ചോയ് പോലെയുള്ള ബുക്കുകൾ എഴുതിയിട്ടുള്ള ആളാണ് M. മുകുന്ദൻ. അറിയായിരിക്കും, ഡൽഹിയുടെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കിനാണ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. IIT ഗുവാഹത്തി ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യ എന്തിനു വേണ്ടിയിട്ട് ഉള്ളതാണ്? അപ്പൊ IIT ഗുവാഹത്തിയിലുള്ള ഗവേഷകർ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണത്? കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോ സ്കെയിൽ സാങ്കേതിക വിദ്യ. ഇപ്പൊ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോഗ്യമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നാനോ സ്കെയിൽ സാങ്കേതിക വിദ്യ. ഓക്കെ, ടെക്നോളജിയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2025 ഓസ്കർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എളുപ്പവുമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഏതാണ്? ആടുജീവിതമാണ്. നമ്മുടെ ബ്ലസ്സി സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിന്റെ മ്യൂസിക് ഡയറക്ടർ A. റഹ്മാനാണ്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനം ഏത്? തീരദേശം ഉള്ള സംസ്ഥാനം. ഓക്കെ, ഏതാണ്? ഗുജറാത്ത് ആണ്. റൈറ്റ്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 പ്രോഗ്രാം ആരുടെ 150-ാം ജന്മവാർഷികവുമായി അനുബന്ധിച്ചിട്ട് നടത്തുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പരിപാടിയുടെ പേരെന്താ? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. ഈ പ്രോഗ്രാം ആരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതാണ്? ആരുടെ ജന്മവാർഷികവുമായി അനുബന്ധിച്ച് നടക്കുന്നതാണ്? ബിർസ മുണ്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നമ്മളുടെ വിപ്ലവകാരിയായിട്ടുള്ള, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 നടക്കുന്നത്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെ? അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 2025 ബേപ്പൂരാണ്. നമ്മൾ പ്രതീക്ഷിക്കില്ല അല്ലെ? ബേപ്പൂരാണ്. ഓക്കെ, 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ്, അതായത് ക്രിക്കറ്റ് കളി, ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ആര്? 2025 ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു ജേതാവ്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ തീം എന്താണ്? സ്വച്ഛതാ ഹി സേവത ഏതാണ്? അപ്പൊ ഏതാ ഉത്തരമായിട്ട് വരിക? സ്വഭാവ സ്വച്ഛത, സംസ്കാര സ്വച്ഛത എന്നാണ് സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ തീം എന്ന് പറയുന്നത്. അടുത്തിടെ ജാഫർ ഹസൻ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് നിയമിതയായത്? ഓക്കെ, ഖത്തറാണോ, ജോർദാനാണോ, ഇറാഖാണോ, ഇറാനാണോ? ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ജാഫർ ഹസൻ നിയമിതനായത്, അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ജോർദാന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് വീനസ് ഓർബിറ്റൽ മിഷൻ VOM എന്നതിന്റെ അടുത്തിടെ അംഗീകരിച്ച മൊത്തം സാമ്പത്തിക ചെലവ് എത്രയാണെന്ന് ചോദിക്കുന്നത്. 1236 കോടി രൂപ, 536, 1539, 1400 കോടികളുടെ കണക്ക് മാത്രമേ നമുക്കുള്ളൂ. ഉത്തരം എന്ന് പറയുന്നത് 1236 കോടി രൂപയാണ്. ഏത് മന്ത്രാലയമാണ്? വേൾഡ് ഫുഡ് ഇന്ത്യ 24 2024 ഒരു കഴിഞ്ഞ പ്രീവിയസ് ഇയറിന്റെ കറണ്ട് അഫെയർ ആണ്.
എന്ന പരിപാടി സംഘടിപ്പിച്ചത്? കൃഷി മന്ത്രാലയമാണോ, ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണോ, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണോ, ആഭ്യന്തര മന്ത്രാലയമാണോ? ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭക്ഷ്യ സംസ്കരണം, ഫുഡ്. ഓക്കെ. പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ്? ഒഡീഷ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ഇതിലേതിലാണ്? മധ്യപ്രദേശിലാണ് പെഞ്ച് ടൈഗർ റിസർവ് ഉള്ളത്. റൈറ്റ്. സായുധ മത രാഷ്ട്രീയ ഗ്രൂപ്പായ ഹൂതികൾ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്? അവരെക്കുറിച്ച് കുറെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് നടക്കുന്ന ഒരു ആഭ്യന്തര കലാപം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖത്തറാണോ, ഇസ്രായേലാണോ, ജോർദനാണോ, യമനാണോ? യമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹൂതികൾ എന്ന് പറയുന്നത്. PM ആശയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അതായത് പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുക, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക, കർഷകരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക, കാർഷിക മേഖലകൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക. അപ്പൊ PM ആശയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അവർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്. അത് നമ്മളുടെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. അപ്പോ അടുത്തിടെ വാർത്തകളിൽ വന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അതായത് ഒരു കമ്മിറ്റി അംഗീകരിച്ച ഒരാൾ ഹെഡ് ചെയ്യുന്ന, ചെയർമാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസറായിട്ടോ വർക്ക് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് ഇതിൽ പറയുന്ന ആരാണ്, ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. രാംനാഥ് കോവിന്ദ് ആണോ, പ്രതിഭ പാട്ടീലാണോ, മൻമോഹൻ സിംഗ് ആണോ, രാധാകൃഷ്ണനാണോ? ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? രാംനാഥ് കോവിന്ദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹമാണ് അതിനെ ഹെഡ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റി റിപ്പോർട്ടാണ് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFI ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത്? കേരളം, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര. ഓക്കെ. എവിടെയാ? ഗോവയിലാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ്സ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആര്? അതും ഈ സ്ത്രീകളുമായിട്ട്, നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. അവനി ചതുർവേദി ആണോ, ഭാവന കാന്ത് ആണോ, മോഹന സിംഗ് ആണോ, പ്രീതി ചൗഹാൻ ആണോ? മോഹന സിംഗ് ആണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈയിങ് ബുള്ളറ്റ്സിന്റെ സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ്. യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെട്ടത്, അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? പ്രകാശ് തോമർ ആണോ, നിശാന്ത് ശർമ്മയാണോ, അനുരാഗ് ഗാർഗ് ആണോ, വിക്രം ചൗധരി ആണോ? അനുരാഗ് ഗാർഗ് ആണ് നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്നിട്ട്. കാരണം നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കേസ് നമ്മൾ 2025 കണ്ടിട്ടുള്ളതാണ്. അടുത്തിടെ വാർത്തകളിൽ വന്ന ബയോറൈഡ് സ്കീമിന്റെ നോഡൽ മന്ത്രാലയവുമായി നിയമിക്കപ്പെട്ട മന്ത്രാലയം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിലാണ് ഇത് വരുന്നത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം, കൃഷി മന്ത്രാലയം, നഗരവികസന മന്ത്രാലയം. അതിന്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. അതൊന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അടിയിലാണ് ബയോറൈഡ് സ്കീം വന്നിട്ടുള്ളത്. റൈറ്റ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുക? ഓക്കെ. ഗ്രേറ്റർ നോയിഡയിലാണോ, ലക്നൌവിലാണോ, വാരണാസിയിലാണോ, ഗോരഖ്പൂരിലാണോ? എവിടെയാണ് ഉത്തർപ്രദേശിലെ ആദ്യ സെമി കണ്ടക്ടർ പാർക്ക് വരിക? ഗ്രേറ്റർ നോയിഡയിലാണ്. നോയിഡ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു സിറ്റിയാണ്, ഭയങ്കര വലിയൊരു സിറ്റിയാണ്. നമ്മൾക്ക് ഇപ്പോൾ എന്താ പറയാ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റികൾ പോലെ കാണാൻ പറ്റുന്ന അതിനേക്കാൾ വലിയൊരു ഏരിയ ഉത്തർപ്രദേശിന് ഉണ്ട്. ആ വലിയ ഒരു സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് നോയിഡ എന്ന് പറയുന്നത്. ഓക്കെ. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഏതാണ്? എവിടെ വെച്ച് നടത്താനാണ് അത് പ്ലാൻ ചെയ്യുന്നത്? ലക്നൗ, ന്യൂഡൽഹി, പൂനെ, ഇൻഡോർ. ഇതിൽ ഏത് വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2ാം പതിപ്പ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത്. ന്യൂഡൽഹിയാണ്. ഓക്കെ. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായിട്ട്, കോച്ചായിട്ട് വന്നത് ആര്? ജസ്പ്രീത് സിംഗ് ആണോ, രാഘവ് കുമാർ ആണോ, സന്തോഷ് കശ്യപ് ആണോ, ആയുഷ് സിൻഹയാണോ? സന്തോഷ് കശ്യപ് ആണ് ആദ്യത്തെ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന കോച്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഹൈദരാബാദ് വിമോചന ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കപ്പെടുന്നത്? ഹൈദരാബാദിൽ വിമോചന ദിനം എന്ന് വരുന്നു? സെപ്റ്റംബർ 16, 17, 18, 19. സെപ്റ്റംബർ 17 വരുന്നത്. അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട്. ഓക്കെ.
സ്വാതി വിജയ് കുൽക്കർണി, അഭയ് താക്കൂർ, സീതാറാം മീണ, വിനയ് മോഹൻ ക്വാത്ര. ഇതിലാരാണ്? സ്വാതി വിജയ് കുൽക്കർണിയാണ് ഇതിന്റെ ഉത്തരമായി അൾജീരിയയിലെ ഇന്ത്യൻ അംബാസഡറായി വന്നിട്ടുള്ളത്. കടുത്ത വരൾച്ചയെ തുടർന്ന് 200 ആനകളെ കൊല്ലാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഇത് ഭയങ്കര വാർത്തയായിട്ടൊക്കെ വന്നിട്ടുള്ളതായിരുന്നു. 200 ആനകളെ കൊല്ലാനുള്ള കാര്യം. വിയറ്റ്നാം, ഇന്തോനേഷ്യ, സിംബാബ്വെ, സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഇതിലേതാണ്? സിംബാബ്വെയാണ്. സിംബാബ്വെയാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡാണ് ഇതിൽ പോയിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി ചുമതല ഏറ്റത് ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം ആണ് മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ചെടുത്ത ഏത് മഞ്ഞൾ ഇനത്തിനാണ് 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത്? പേറ്റന്റ് ആണ് വന്നിട്ടുള്ളത്, GI ടാഗ് അല്ല. ഓക്കെ. 916 എന്ന് പറയുന്ന ഒരു മഞ്ഞൾ ഇനത്തിനാണ് 916, 916 എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത്, കാലാവസ്ഥാ പ്രതിരോധ പരിപാടിക്കായി യൂണിസെഫ് അറിയാലോ, യൂണിസെഫുമായി സഹകരിക്കുന്ന ബാങ്ക്. ഓക്കെ. ആ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള യൂണിസെഫുമായി സഹകരിക്കുന്ന കാലാവസ്ഥാ പ്രതിരോധമാണ് ഇപ്പൊ നടക്കേണ്ടത്. റൈറ്റ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ് ഇതിലെ യൂണിസെഫുമായിട്ട് സഹകരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ ജലം ലിക്വിഡ് ട്രീ ഒരുക്കിയത് എവിടെയാണ്? കുഫോസ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ് ആദ്യത്തെ ജലമരം ലിക്വിഡ് ട്രീ ഒരുക്കിയിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പ് ഏതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പ് ഏത്? അനന്യം എന്നുള്ളതാണ് അതിന്റെ പേര്. ട്രൂപ്പിന്റെ പേര് അനന്യം എന്നുള്ളതാണ്. അടുത്തിടെ GI ടാഗ് ലഭിച്ച ഗുജറാത്തിലെ പരമ്പരാഗത വിവാഹ സാരി ഏത്? സാരി ഗാർച്ചോള എന്നുള്ളതാണ് GI ടാഗ് ലഭിച്ച ഗുജറാത്തിലെ പരമ്പരാഗത വിവാഹ സാരി. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ GI ടാഗ് ലഭിച്ച ഒരു മാർബിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധനാ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് രൂപരേഖ സമർപ്പിച്ചിട്ടുള്ളത്. എവിടെയാ? ശിവഗിരിയിലാണ്. നമ്മളുടെ കേരളത്തിലുള്ള ശിവഗിരിയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥലം, ആരാധനാ കേന്ദ്രമായിട്ട് വരുന്നത്. അപ്പോൾ തൽക്കാലം ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും ബാക്കിയുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അത് കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.